ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർ ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഹരേ ശരണമയ്യപ്പ. എല്ലാവർക്കും നൂറായിരം സ്നേഹാശംസകൾ. സനാതന ഹൈന്ദവ സംസ്കൃതിയുടെ വേദ സംസ്കാരം, മാക്സ് മുള്ളർ പറഞ്ഞ 6500 വർഷത്തിലധികം പഴക്കമുള്ള വേദ സംസ്കാരം, ഈ വേദ സംസ്കൃതിയിൽ വളരെയധികം അപചയങ്ങൾ വന്ന് ഈ ഭാരതത്തിൽ ഏകദേശം 73ഓളം മതങ്ങളുണ്ടായി. ഈ സന്ദർഭത്തിലാണ് ശങ്കരാചാര്യം, സാക്ഷാൽ ശങ്കരൻ തന്നെ ശങ്കരാചാര്യരായി ഈ കേരളത്തിൽ അവതരിക്കുകയും ഈ സനാതനമായ ഹൈന്ദവ സംസ്കൃതി ഭാരതത്തിൽ മുഴുവൻ ഒരൊറ്റ അദ്വൈത വേദാന്ത സിദ്ധാന്തത്തിലൂടെ കൊണ്ടുപോവുകയും ചെയ്തു. ആധുനിക ഹൈന്ദവ സംസ്കൃതിയുടെ നവോത്ഥാന നായകനാണ് ശ്രീ ശങ്കര ഭഗവത്പാദർ. അപ്പോൾ അതിനുശേഷം ഈ വേദ സംസ്കാരത്തിൽ നിന്നും ഈ വേദമാതാവിൻ്റെ ഈ വേദാധിഷ്ഠിത കാലഘട്ടത്തിൽ നിന്നും വീണ്ടും അപചയം വരികയും വീണ്ടും വ്യതിചലിക്കുകയും കേരള സമൂഹം വളരെയധികം മലീമസമാവുകയും ചെയ്തു കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് ഈ ഹൈന്ദവ സംസ്കൃതിയുടെ നവോത്ഥാനത്തിനായി സാക്ഷാൽ ആദിനാരായണൻ തന്നെ ശ്രീനാരായണ ഗുരുദേവനായി അവതാരം ചെയ്ത് ഈ കൊച്ചു കേരളത്തെയും അതുപോലെ ഭാരത ജനതയെയും അതുപോലെ തന്നെ മാനവരാശിയെയും ഉയർത്തുകയും വളർത്തുകയും വ്യക്തമായ ദിശാബോധത്തിലൂടെ ഒരു സമൂഹത്തെ നയിക്കുകയും ചെയ്ത അവതാര പുരുഷനാണ് ശ്രീനാരായണ ഗുരുദേവൻ. അപ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ നാണുവായി ജനിച്ച് നാണു ആശാനായി വളർന്ന് ശ്രീനാരായണ ഗുരുവായി ഉയർന്ന് ശ്രീ ഗുരുദേവനായി ശ്രീനാരായണ ഗുരുദേവനായി സമാധിയടയുകയാണ്. എവിടെയാണ് സമാധിയടഞ്ഞത് എന്നുള്ളതാണ് ഇവിടെ ചിന്തനീയ വിഷയം. മറ്റെവിടെയുമല്ല, ഓരോ മനുഷ്യൻ്റെയും ബുദ്ധിയിൽ, ബോധത്തിൽ, ചിന്തകളിൽ, മനസ്സിലാണ്. ഓരോ മലയാളിയുടെയും ഹൃദയ ഗുഹാക്ഷേത്രത്തിലാണ് ശ്രീനാരായണ ഗുരുദേവൻ സമാധിയടഞ്ഞത്. എങ്കിൽ മാത്രമേ ഗുരുദേവൻ നമുക്കായി നൽകിയ മുത്തങ്ങളും പവിഴങ്ങളും കൃതിരൂപത്തിൽ നമുക്ക് ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഹൈന്ദവ ദേവീദേവന്മാരെ കുറിച്ചുള്ള കൃതികളും ഹൈന്ദവ ദേവീദേവന്മാരെക്കുറിച്ച് എത്രയോ അധികം ക്ഷേത്രങ്ങളും പ്രതിഷ്ഠ നടത്തി. എന്തിന്? ഓരോ ഹൈന്ദവ സംസ്കൃതിയിൽ ജീവിക്കുന്ന വ്യക്തിയും തകരരുത്, ഉയർത്തുകയും വളർത്തുകയും ചെയ്യുന്ന ആ ഗുരുദേവൻ്റെ, ആ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഹൃദയവിശാലതയും ഹൃദയസ്നേഹവും സർവചരാചരങ്ങളെ സ്നേഹിക്കുകയും അനുകമ്പാപൂരിതമായതിനാൽ അതിലായതിലേക്ക് നമ്മെ ഉയർത്തുകയും ചെയ്യുന്നു, ആ അനുകമ്പയിലേക്ക്. അങ്ങനെ വളരെ അനുകമ്പാപൂർവം ശ്രീനാരായണ ഗുരുദേവൻ നമ്മുടെ ജീവിതത്തെ ഏറ്റവും ശ്രേഷ്ഠവും ഏറ്റവും സമ്പന്നവുമാകാൻ രചിച്ച് നമുക്കായി 10 ശ്ലോകങ്ങളിലൂടെ തന്നതാണ് അനുകമ്പ ദശക ഉപനിഷത്ത് എന്ന ഏറ്റവും നല്ലൊരു കൃതി. അപ്പോൾ അതുപോലെ തന്നെ ഗുരുദേവൻ
അഹിംസാത്മകമായ അദ്വൈത ചിന്ത നമ്മളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ഒരു നല്ല കൃതി, ഒരു വേദാന്ത കൃതി എഴുതിയിട്ടുണ്ട്. അതാണ് ജീവകാരുണ്യ പഞ്ചകം. ജീവകാരുണ്യ പഞ്ചകം എനിക്ക് വളരെ ഇഷ്ടമാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൊല്ലാവ്രതം ഉത്തമമാം അതിലും ശവം തിന്നാവ്രതമത്ര അത്യുത്തമം. എനിക്ക് ഒന്നും പറയാനില്ല. 4 വേദവും വളരെ മനോഹരമായി ഓരോ വ്യക്തിയോടും, ഇതാണ് ഈ ഹിന്ദു സംസ്കാരം, ഇതാണ് വേദ സംസ്കൃതി, ഇതിലൂടെ പോയി കഴിഞ്ഞാൽ സർവ പരമശാന്തമായ ജീവിതം ലഭിക്കുമെന്ന് ശ്രീനാരായണ ഗുരുദേവൻ ജീവകാരുണ്യ പഞ്ചകത്തിലൂടെ നമ്മോട് ഉപദേശിക്കുന്നു. അപ്പോൾ ആ ഗുരുദേവൻ്റെ ഹൃദയത്തിൻ്റെ അനുകമ്പ നമുക്കറിയാൻ ഈ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന അനുകമ്പ ദശകത്തിൽ 10 പദ്യങ്ങളിലൂടെ, 10 ശ്ലോകങ്ങളിലൂടെ, 10 വേദമന്ത്രങ്ങൾക്ക് തുല്യം, അതിനേക്കാൾ നല്ല അത് തന്നെ വേദമന്ത്രങ്ങൾ തന്നെ പച്ച മലയാളത്തിൽ നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് ഗുരുദേവൻ എഴുതിയിരിക്കുന്നത്. ഒരു വീട പീറയിറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകൊള്ളു നിൻ തിരുമേ വിട്ടകലാതെ ചിന്തയും. ഒരു അദ്വൈത വേദാന്ത വിദ്യാർത്ഥി, 4 പതിറ്റാണ്ടിലെ വേദോപാസകനായ എനിക്ക് അദ്വൈതാനുഭൂതിക്ക് ഇതിൽ കൂടുതൽ എന്ത് വേണം? എത്ര മധുരമാണ് ഗുരുദേവൻ പറയുന്നത്. ഒരു പീഡ പീറയിറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും. അതെപ്പോഴാണ്? ഒരു ഉറുമ്പിനെ കാണുമ്പോഴാണോ? അല്ല, സദാ എപ്പോഴും. ലോകമേ തറവാട് തനിക്ക് പൂക്കളും പുഴുക്കളും കൂടത്തൻ കുടുംബക്കാർ. ഇതാണ് വസുദൈവ കുടുംബം. അപ്പോൾ ആ വസുദൈവ കുടുംബത്തിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിയും അവനവൻ്റെ ജീവിതത്തിൽ ഈ തത്വത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ അവനവൻ്റെ ജീവിതം സാർത്ഥകമാക്കാം. മറ്റുള്ള ജീവികൾക്ക് ജീവിക്കാനുള്ള ഒരു അവസരവും ലഭിക്കും. ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ പറയുന്നു, അദ്വേഷ്ടാ സർവഭൂതാനാം മൈത്രകരുണയേവച. അദ്വേഷ്ട സർവഭൂതാനാം, ഈ പ്രപഞ്ചത്തിൽ ഒന്നിനോടും വെറുപ്പ് പാടില്ല. മൈത്രകരുണയേവച, എല്ലാവരും ജീവജാലങ്ങളോടും സർവചരാചരങ്ങളോടും ഒരു മൈത്രിയും കരുണയും ഉണ്ടാകണം. ഇത് തന്നെ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞതല്ലേ ഗുരുദേവൻ നമ്മളോട് പറയുന്നത്. ഒരു പീഡ ഇറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും. എപ്പോഴാണിത് വേണ്ടത്? സദാ, എപ്പോഴും സദാ. ഈ സദാ എന്ന് പറയുമ്പോഴാണ് നമ്മുടെ ശ്രീശങ്കര ഭഗവത്പാദർ പറയുന്ന നമ്മുടെ മനീഷാ പഞ്ചകത്തിൽ അന്നമയാദന്നമയം അഥവാ ചൈതന്യമേവ ചൈതന്യ ഹേ ദ്വിജവര കിം ബ്രൂഹി ഗച്ഛ ഗച്ഛേതി. മാറു എന്ന് പറയുമ്പം ഗച്ഛ ഗച്ഛേതി. അന്നമയാദന്നമയം, ശരീരം അന്നമയകോശം കൊണ്ട് സൃഷ്ടിച്ചാൽ താങ്കളുടെ വയ. ചൈതന്യമേവ ചൈതന്യാത്, ഉള്ളിലുള്ള ജീവജ്യോതി അതും ഒന്നാണ്. അപ്പോൾ ഈ മാറു എന്ന് പറയുന്നത് എന്തിനോടാണ് എന്നുള്ളതാണ് ശങ്കരാചാര്യർ മനീഷാ പഞ്ചകത്തിൽ ചോദിക്കുന്നത്. അത് ജാഗ്രസ്വപ്ന സുഷുപ്തിഷു സ്ഫുടതരാ യാസംവിദുജ്യംഭദേ യാ ബ്രഹ്മാദി പിപീലികാന്തതനുഷ പ്രോക്താ ജഗസാക്ഷിണേ ചണ്ഡാലോസ്തു സതു ദ്വിജോസ്തു ഗുരുരിത്യേഷാ മനീഷാ മമ. ശങ്കരാചാര്യർ നമ്മളെ മനീഷാ പഞ്ചകത്ത് പഠിപ്പിച്ചില്ലേ? ഇതിലും ശങ്കരാചാര്യരും പറയുന്നു യാ സംവിദുജ്യംഭദേ യാ ബ്രഹ്മാദി പിപീലികാന്തതനുഷു. എന്താണ്? അങ്ങ് ബ്രഹ്മാവ് മുതൽ ഉറുമ്പ് വരെ രൂപമെടുത്ത നാമമെടുത്ത എല്ലാ ജീവജാലങ്ങളും
സദാ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ബോധജീവനാണ്. അതുകൊണ്ട് ശങ്കരാചാര്യർ പറഞ്ഞു ഇതുതന്നെയാണ് ഗുരുദേവനും പറയുന്നത്, ഒരു പീഡ പീറയിരുമ്പിനും, ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കരുത് എന്ന് ശ്രീനാരായണ ഗുരുദേവൻ നമ്മളോട് പറയണമെന്നുണ്ടെങ്കിൽ ആ ഗുരുദേവൻ്റെ ഹൃദയവ്യാസം എന്താണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ഇന്നു മുതൽ മരിക്കുന്നത് വരെ ആ ശ്രീനാരായണ ഗുരുദേവനെ നമ്മൾ നെഞ്ചോട് ചേർത്ത് ഒരു ജീവജാലങ്ങളെയും ഉപദ്രവിക്കരുത്, അനുകമ്പ വേണം സദാ എപ്പോഴും. അപ്പോൾ കരുണാകരനുള്ളിൽ നിൻ തിരുമേ വിട്ടകലാതെ ചിന്തയും. ഇവിടെ ശ്രീനാരായണ ഗുരുദേവൻ വളരെ വ്യക്തമായി പറയുന്നു, സർവ കരുണയുടെയും അവതാരമാണ് കരുണാകര ഭഗവാനെ അങ്ങ്. അങ്ങയുടെ കരുണ കൊണ്ടല്ലേ അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിതം പ്രാണാപാന സമായുക്ത പചാമ്യന്നം ചതുർവിധം. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു, ഹേ കരുണാകരനായ ഭഗവാനെ, അങ്ങയുടെ അനുഗ്രഹം കൊണ്ടല്ലേ ഞാൻ ഇന്നലെ കഴിച്ച ഭക്ഷണം മുഴുവൻ ഡൈജഷൻ നടന്ന് ഈ ചുണ്ടിൽ നിന്നും മലദ്വാരത്തിലേക്ക് 5 മീറ്റർ ഉണ്ട്, ഇതുവഴി യാത്ര ചെയ്ത് അതിൻ്റെ എനർജിയും മിനറൽസും മെറ്റൽസും ഒക്കെ ശരീരം വലിച്ചെടുത്ത് മലമൂത്രാദികളായി വിസർജനം നടത്തുന്നത് അങ്ങ് ഈ ഹൃദയ ഗുഹാക്ഷേത്രത്തിൽ ബോധ ഊർജമായി പ്രവർത്തിക്കുന്നത് കൊണ്ടല്ലേ. ഇതിനേക്കാൾ വലിയ കരുണ എന്താണ് വേണ്ടത്? അല്ലയോ ഗുരുദേവൻ പറയുന്നു, ആ കരുണാകരനുള്ളിൽ കരുണാകരൻ്റെ ചൈതന്യം ഉണ്ടായതുകൊണ്ടാണ് എനിക്കിത് നിങ്ങളോട് സംസാരിക്കുന്നത്. ഗുരുദേവൻ പറഞ്ഞ കരുണാകരൻ ഉള്ളിൽ ഉണ്ടായതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കുന്നത്, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കുന്നത്, എനിക്കിരിക്കാൻ സാധിക്കുന്നത്, എനിക്ക് നിൽക്കാൻ സാധിക്കുന്നത്, എനിക്ക് ചിന്തിക്കാൻ സാധിക്കുന്നത്, എല്ലാം ആ ഭഗവാന്റെ കരുണയായി നാം കാണുകയും തിരിച്ചറിയുകയും തിരിച്ചറിഞ്ഞുകൊണ്ട് വെജിറ്റേറിയനിസത്തിൽ അധിഷ്ഠിതമായി ഒരു നല്ല ജീവിതം, ഇതാണ് ഗുരുദേവൻ്റെ വിഷനും മിഷനും. ഒരു സ്ഥലത്ത് ഗുരുദേവൻ ഇങ്ങനെ പോയി ഒരു കാര്യങ്ങളിങ്ങനെ ഒരു വീട്ടിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രമാണി അവിടെ വന്നു ദൂരെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞു ഗുരുദേവൻ. അപ്പോൾ പറഞ്ഞു വരില്ല, ഞാൻ ഇവിടെ നിന്നോളാം. എന്താ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞാൻ മരിച്ച വീട്ടിൽ പോയിട്ടാണ് വരുന്നത്. ഓ അത് ശരി, അതിനിപ്പോൾ എന്താ കുഴപ്പം ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഗുരുദേവനോട്, മരിച്ച വീട്ടിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ കുളിക്കണം എന്ന് പറഞ്ഞു. മരിച്ച വീട്ടിൽ പോയിട്ട് വന്നാൽ കുളിക്കണം, നമ്മളൊക്കെ ആചരിക്കുന്ന ആചാരമാണ്. ഗുരുദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശവം ചത്തു കഴിഞ്ഞാൽ ശവാണ്. ഭാര്യാഭിഭതി തസ്മിൻ കായേ, ഭാര്യ പോലും വെറുക്കുന്ന, പേടിക്കുന്ന, ഭയപ്പെടുന്നതാണെന്നാണ് ശങ്കരാചാര്യർ പറയുന്നത്. ഈ ശവം കണ്ടു കഴിഞ്ഞാൽ കുളിക്കണമെന്നുണ്ടെങ്കിൽ ചത്തു കഴിഞ്ഞാൽ ശവം കുഴിച്ചിടേണ്ട ശവം എങ്ങനെ, ശവം ഇറച്ചിയെന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഭീകരതയെന്ന് ചിന്തിച്ചു നോക്കിയേ. ആ ശവം എങ്ങനെ നമ്മൾ വയറ്റിനകത്തോട്ട് കയറ്റി വിടുന്നു? ഇതിനിടെ ചില ബോർഡുകൾ ഞാൻ വായിക്കുന്നത്, കുഴി തോണ്ടി നമ്മുടെ ജീവിതത്തെ കുഴിയിലിടുന്നതാണ് കുഴിമന്തി. സത്യം, എത്ര ആൾക്കാരെ ഇപ്പോൾ കേരളത്തിൽ മരിക്കുന്നത് ഇതൊന്നും അറിയാതെയാണ്. ഈ ഹിന്ദുക്കളെന്ന ജന്തുക്കൾ പോയിട്ട് ഈയാമ്പാറ്റകളെ പോയിട്ട് വീഴുന്നത്. അരുത്. എനിക്ക് മുമ്പേ ഇവിടെ അവതരിച്ച ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു, ഒരു പീഡ പീറയിരുമ്പിനും. അപ്പോൾ ഇവിടെ ഒരു അഹിംസാത്മകമായ ഒരു ജീവിതമാണ്, വേദാധിഷ്ഠിതമായ ഒരു ജീവിതമാണ് ഗുരുദേവൻ ഇവിടെ നമുക്ക് മുന്നിൽ വെക്കുന്നത്. അപ്പോഴോ തിരുമൈ വിട്ടകലാതെ ചിന്തയും ആ ഭഗവാന്റെ സ്വരൂപം മാത്രമായിരിക്കണം എൻ്റെ ഹൃദയത്തിൽ. അപ്പോൾ ഈശ്വരീയമയമായ ഒരു ചിന്തയുണ്ടാവും. അപ്പോൾ അതിനെന്താ പ്രത്യേകത? അനന്തമായ ബോധ ഊർജത്തോട് നമ്മൾ ചേരുകയാണെങ്കിൽ സ്വാർത്ഥത കുറയുകയും നിസ്വാർത്ഥതയിലേക്കും സർവീസിലേക്കും മനസ്സുയരുകയും പരമശാന്തി എപ്പോഴും നമുക്ക് ലഭിക്കുകയും ചെയ്യുമെന്ന് ഉറപ്പുള്ള ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നു, തിരുമേ വിട്ടകലാതെ ചിന്തയും. ക്രിസ്ത്യാനികൾക്ക് 5 നേരം ഞായറാഴ്ച കുർബാനയ്ക്ക് പോയാൽ മതി. മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച കുർബാനയ്ക്ക് പോയി ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഏത് ടെററിസവും ഏത് കുരിശ് കൃഷിയും നടത്താം
ഹിന്ദുക്കൾക്ക് എങ്ങനെ പറ്റില്ല. എൻ്റെ ഗുരുവായ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ, അദ്ദേഹത്തിൻ്റെ ഗുരുവായ സ്വാമി ചിന്മയാനന്ദ മഹാരാജ് പറയും, ഇത് ഹിന്ദുവിൻ്റെ ആത്മീയത കീടനാശിനിയല്ല. പിന്നെ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു, തസ്മാത് സർവേഷു കാലേഷു മാം അനുസ്മരചിത് യുദ്ധ്യജ. എപ്പോഴും എന്നെ ഓർത്തുകൊണ്ട്, എന്നെ മനസ്സിൽ ആവാഹിച്ചുകൊണ്ട് ഈശ്വരീയമയമായ ജീവിതം. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നു, തിരുമേയ് വിട്ടകലാതെ ചിന്തയും. അപ്പോൾ ഗുരുദേവൻ പറഞ്ഞ ഈ ഈശ്വരീയമയമായ ഒരു ചിന്തയുണ്ടാകുമ്പോഴേ അയ്യും മയ്യും അവസാനിക്കും. അയ്യും മയ്യും അവസാനിച്ചു കഴിഞ്ഞാൽ ഉള്ളതാണ് ഗോഡ്. അപ്പോൾ ഓരോ വ്യക്തിയെയും, ഇപ്പോൾ നമ്മളുള്ളത് മനുഷ്യരൂപേണ മൃഗം ചരന്തി പശുഭിശ്ച നരാസമ, മൃഗത്തിനെ പോലെ ജീവിക്കുന്ന മനുഷ്യനെ അദ്വൈതാനുഭൂതിയിൽ നിന്നും പൂർണ്ണബോധചിത്തമായ ഈശ്വരനിലേക്ക് ഉയർത്തുകയാണ് ശ്രീനാരായണ ഗുരുദേവൻ. തിരുമേയ് വിട്ടകലാതെ ചിന്തയും. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ ചിന്തകളാണ് ഈശ്വരീയമായ ചിന്തകൾ. അതെന്താണ്? ഈശ്വരീയമായ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട്, എൻ്റെ അച്ഛൻ്റെ അനുഗ്രഹം കൊണ്ട്, അച്ഛന് ആരോഗ്യത്തിനൊന്നും ഒരു കുഴപ്പമില്ല. ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് അമ്മയുടെ ആരോഗ്യത്തിനൊന്നും ഒരു കുഴപ്പമില്ല. ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് ഭർത്താവിൻ്റെ ആരോഗ്യസ്ഥിതിയൊക്കെ നന്നായിരിക്കുന്നു. ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് മക്കളൊക്കെ നല്ല നിലയിലെത്തി. ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് കുഞ്ഞുമക്കളൊക്കെ നന്നായിരിക്കുന്നു. ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് ജോലിയൊക്കെ ഭംഗിയായിട്ട് പോകുന്നു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ അനന്തതയുടെ ഭാഗമായി മാറിയാൽ ജീവിതത്തിൽ പരമശാന്തമായ ജീവിതം നിങ്ങൾക്ക് നയിക്കാം എന്നുള്ളതാണ് ശ്രീനാരായണ ഗുരുദേവൻ ഈ അനുകമ്പാപൂരിതമായ അനുകമ്പാ ദശകത്തിലെ 1-ാമത്തെ ശ്ലോകത്തിലൂടെ നമ്മളോട് പറയുന്നു. അപ്പോൾ നമ്മളിത് തട്ടിക്കളയരുത്. കാരണം പച്ച മലയാളത്തിൽ ഗുരുദേവൻ നമ്മുടെയൊക്കെ ജീവിതം പരമശാന്തിയിൽ കണ്ട് അറിഞ്ഞ് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈശ്വരീയമായ ഒരു ചിന്തയിൽ നിന്നും, ശ്രദ്ധിക്കൂ, ഈശ്വരീയമായ ഒരു ചിന്തയിൽ നിന്നും, ഈശ്വരീയമായ ബോധചിന്തകളിൽ നിന്നും ഈശ്വരീയമായ ഒരു മനസ്സുണ്ടാകും. ഈശ്വരീയമായ ഒരു മനസ്സിൽ നിന്നും ഈശ്വരീയമായ ഒരു വാക്കുകളുണ്ടാകും. ഈശ്വരീയമായ ഒരു വാക്കുകളിൽ നിന്നും ഈശ്വരീയമായ ഒരു പ്രവൃത്തി ഉണ്ടാകും. ഈശ്വരീയമായ ചിന്തകളും ഈശ്വരീയമായ പ്രവൃത്തികളും ഈശ്വരീയമായ വാക്കുകളും ഉണ്ടാകുമ്പോൾ എത്ര സ്വർഗീയമായി നമ്മുടെ ജീവിതം. അപ്പോൾ ഓരോ മനുഷ്യൻ്റെയും ജീവിതം ഇപ്പോൾ ഇവിടെ സ്വർഗീയമായി ജീവിക്കാനാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ അവതാരം. ഈ തിരു അവതാരത്തെ കാണുകയും അദ്ദേഹം ഹിന്ദു സമൂഹത്തിനെ, ഹൈന്ദവ ധർമ്മത്തെ ഘോഷിക്കുന്ന ഹൈന്ദവ ദേവീദേവന്മാരെക്കുറിച്ച് എഴുതിയ കൃതികൾ എല്ലാം പഠിക്കുകയും അറിയുകയും വളരുകയും ഉയരുകയും ചെയ്യണം. അപ്പോൾ എന്താ ലഭിക്കുക? നല്ല പരമശാന്തമായ ചിന്തകൾ നമ്മളിലുണ്ടാകും. അതിന് ഈ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഈ അനുകമ്പാ ദശകം ഏറ്റവും നല്ലൊരു കൃതിയായിട്ട് നമുക്ക് ജീവിതത്തിൽ കൊണ്ടു നടക്കാം. നമുക്ക് അടുത്ത ശ്ലോകം അടുത്ത ദിവസം പഠിക്കാം. അതിന് ശ്രീനാരായണ ഗുരുദേവൻ്റെ അനുഗ്രഹം എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ശ്രീനാരായണ പരമഗുരവേ നമഃ.